ടെലി തെറാപ്പി, ബ്രാക്കി തെറാപ്പി ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. മനസ്സിലാക്കുക, ഇത് രണ്ടും ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റായ റേഡിയേഷൻ തെറാപ്പിയുടെ രണ്ട് ടൈപ്സ് ആണിത്. ഓക്കെ, അപ്പം ഇതിൽ രണ്ടിലും റേഡിയേഷൻ ഉപയോഗിച്ചിട്ട് ക്യാൻസർ സെൽസിനെ നശിപ്പിക്കുകയാണ്. പിന്നെ ബേസിക് വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഈ റേഡിയേഷൻ്റെ സോഴ്സ് എവിടെയാണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പുറത്താണ് സോഴ്സ്, മെഷീൻ വഴി പുറത്താണ് വരുന്നതെങ്കിൽ അത് ടെലി തെറാപ്പി അല്ലെങ്കിൽ എക്സ്റ്റേണൽ ബീം റേഡിയേഷൻ തെറാപ്പി എന്ന് നമ്മൾ വിളിക്കും. ഒരു ലാർജ് ഏരിയ ട്യൂമറൊക്കെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അത്ര പ്രിസൈസ് അല്ല, ലോക്കലൈസ്ഡ് അല്ല. സറൗണ്ടിങ് ടിഷ്യൂസിനെ, നോർമൽ ടിഷ്യൂസിനെയൊക്കെ ഈ ടെലി തെറാപ്പി ബാധിച്ചേക്കാം. അത് ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡാണ്. മനസ്സിലായോ? മെയിനായിട്ട് നമ്മുടെ ലിംഫോമ, ബ്രസ്റ്റ് ക്യാൻസറിലൊക്കെ ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ബ്രാക്കി തെറാപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് റേഡിയേഷൻ്റെ മെറ്റീരിയൽ ഇംപ്ലാന്റൊക്കെ ആയിട്ട് ഉപയോഗിക്കും. അത് നമ്മുടെ ശരീരത്തിനുള്ളിലോട്ട് എടുക്കും. പലപ്പോഴും ട്യൂമറിന് തൊട്ടടുത്തായിട്ട് പ്ലേസ് ചെയ്യാറുണ്ട്. അതിനാണ് ബ്രാക്കി തെറാപ്പി അല്ലെങ്കിൽ ഇൻറ്റേർണൽ റേഡിയേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. ശരീരത്തിലോട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ റേഡിയേഷൻ എമിറ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് അതൊരു ഹസാർഡായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം. ഇത് വീണ്ടും കുറേ ടൈപ്സ് വരുന്നുണ്ട്. പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, സീൽഡും അൺസീൽഡും. അൺസീൽഡ് എന്ന് പറഞ്ഞാൽ സീൽ ചെയ്യാതെ നമ്മുടെ ശരീരത്തിനുള്ളിലോട്ട്, പ്രത്യേകിച്ച് അൾട്ടിമേറ്റ്ലി അത് ബോഡി ഫ്ലൂയിഡ്സിലോട്ടൊക്കെ എത്തും. ഓറലി, IV ആയിട്ടും പിന്നെന്താ പറയാൻ പറ്റുന്നത്, ബോഡി ക്യാവിറ്റീസിലോട്ടൊക്കെ ഇൻസ്റ്റിൽ ചെയ്തിട്ടൊക്കെ എടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ എക്സ്ക്രീറ്റ റേഡിയോ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ടോയ്ലറ്റൊക്കെ ക്ലീനായിട്ട് യൂസ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് പ്രശ്നം വരാനുള്ള സാധ്യത ഉണ്ട്. സീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂമറിന് തൊട്ടടുത്തായിട്ട് ഇംപ്ലാന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ട്യൂമറിനെ ഡയറക്റ്റ് ടാർഗറ്റ് ചെയ്ത് അത് കൂടുതലും പ്രിസൈസ് ആയിരിക്കും. മനസ്സിലാക്കുക. ഓക്കെ, അതിനെ തന്നെ ലോക്കലൈസ്ഡ് ആയിട്ട് ടാർഗറ്റ് ചെയ്ത് നമുക്ക് ട്യൂമർ സെൽസിനെ നശിപ്പിക്കാൻ സാധിക്കും. പറയാൻ വിട്ടു ഒരു ചെറിയ പോയിന്റ്, ഈ ബ്രാക്കി തെറാപ്പി പ്രധാനമായിട്ട് സെർവിക്കൽ ക്യാൻസർ, പ്രോസ്റ്റേറ്റിക് ക്യാൻസർ പോലുള്ള ക്യാൻസേഴ്സിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ DHA, HAD, MOH, പ്രോമെട്രിക്, എംഗ്ലൈസാർ ഗവൺമെൻറ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഡീറ്റെയിൽഡ് റെഗുലർ ക്ലാസ്സസും ക്രാഷ് കോഴ്സസും ഒക്കെ നമ്മുടെ നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിൽ അവൈലബിൾ ആണ്. ഈ പറഞ്ഞ ക്ലാസ്സുകളുടെ എല്ലാം ഫ്രീ ഡെമോ ക്ലാസ്സസും നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിലുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയാനും അഡ്മിഷൻ എടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി.